ഹലോ, ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് പൈനാപ്പിൾ കാണുന്നത്. എന്നാൽ പിന്നെ നമുക്കൊരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് പൈനാപ്പിൾ പ്യൂരി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് ഇത് ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്കങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വിടാണ്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നന്നായിട്ട് കുറുക്കി തിക്കാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും. പൈനാപ്പിളിൻ്റെ ശർക്കരയുടെയൊക്കെ സ്മെല്ല് വരും. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്നട്ട് മുന്തിരിയും ഞാനിവിടെ 2 ടീസ്പൂൺ കറുത്ത എള്ളു കൂടെ ചേർക്കുന്നുണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ല് വരും. ഈ നെയ്യിൽ വറുത്തെടുത്ത ഈ കാഷ്നട്ടിൻ്റെയും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും ആ ശർക്കരയുടെയൊക്കെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും കൊതിയാവും. ഞാനിത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു, എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൈനാപ്പിളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓക്കെ, ബൈ.